നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. സ്ഥാനാർത്ഥികളായതോടുകൂടി പോർമുഖം തുറക്കുകയാണ് പല മുന്നണികളും. പലയിടത്തും കോൺഗ്രസിനെ അവഗണിച്ച മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കിയതിൽ UDFിൽ കലാപം. മലപ്പുറം നഗരസഭ, പൊന്മുണ്ടം, കൂട്ടിലങ്ങാടി പഞ്ചായത്തുകളിലാണ് കോൺഗ്രസിനെ അവഗണിച്ചത്. അവിടെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ, ലീഗിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ ഇന്ന് നടത്തുന്നത് എന്നറിയേണ്ടതുണ്ട്. KT സ്വാലിഹ് കൂടെ ചേരുന്നുണ്ട്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലീഗിന് കോൺഗ്രസിനെ വേണ്ട, കോൺഗ്രസിന് ലീഗിനെ വേണ്ട, റിബൽ സ്ഥാനാർത്ഥികളെ പരസ്പരം മത്സരിപ്പിക്കുന്നു, പരസ്പരം ആ രീതിയിൽ പോരടിച്ച് തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നു. ഒരു മുന്നണി മര്യാദയൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് വന്നതാണ്. അത്തരത്തിൽ ഒരു തമ്മിലടിയിലേക്ക് നീങ്ങുകയാണോ മലപ്പുറത്തിൻ്റെ ഒരു പൊതുചിത്രം? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായി മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടന്നിട്ടുണ്ട്. പഞ്ചായത്തുകളിലും ഏതാണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പലയിടത്തും നേരത്തെ തന്നെ UDFിൽ അനൈക്യമുള്ള സ്ഥലമാണ് മലപ്പുറം. എന്നാൽ ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം കൂടി വലിയ വെല്ലുവിളി UDFിൽ ഉണ്ടാക്കുകയാണ്. പലയിടത്തും കോൺഗ്രസിനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നണിയുടെ ഭാഗമായി ഒക്കെ കോൺഗ്രസിന് ചില സീറ്റുകൾ നേരത്തെ നൽകിയിരുന്ന പഞ്ചായത്തുകളിൽ പോലും അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ സ്വീകരിക്കുന്നത്. പൊന്മുണ്ടത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചിക്കുന്നത്. കാരണം അവിടെ നേരത്തെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മിക്ക സ്ഥലത്തും മലപ്പുറം നഗരസഭയിൽ 5 സീറ്റ് ഇത്തവണ വാർഡ് പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നൽകിയിട്ടില്ല. വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 സീറ്റ് വേണമെന്നാണ് മലപ്പുറം നഗരസഭയിൽ അധികമായി 2 സീറ്റ് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു സീറ്റ് പോലും അധികം നൽകാതെ അത് വെൽഫെയർ പാർട്ടിക്ക് നൽകുന്ന സാഹചര്യം ജില്ലാ ആസ്ഥാനമായ മലപ്പുറം നഗരസഭയിലുണ്ട്. മങ്കടയിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് കോൺഗ്രസ് വാശി പിടിച്ചതുകൊണ്ട് ആ സീറ്റ് നൽകാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ മുസ്ലിം ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റ് മങ്കടയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. കൂട്ടിലങ്ങാടിയിലാവട്ടെ മുസ്ലിം ലീഗ് പരമ്പരാഗതമായി ജയിക്കുന്ന 2 വാർഡുകളാണ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഇവിടെയും കോൺഗ്രസിനെ പൂർണ്ണമായി അവഗണിച്ച് കൂട്ടിലങ്ങാടിയിൽ വലിയ സഖ്യത്തിലേക്ക് വെൽഫെയർ പാർട്ടിയുമായി പോയിരിക്കുന്നു. നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള വാർഡ് അംഗങ്ങളുള്ള പഞ്ചായത്താണ് ഇതെല്ലാം. കൊണ്ടോട്ടിയിൽ 2 സീറ്റ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ 1 സീറ്റ് നിലവിലുണ്ട്. നേരത്തെ തന്നെ കൊണ്ടോട്ടിയിൽ 1 സീറ്റ് നിലവിലുണ്ട്. അവിടെ 2 സീറ്റ് വേണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസിനെ പോലും അവഗണിച്ച് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് UDFിൽ വലിയ കലാപമുയർത്തുകയാണ്, വലിയ അസ്വസ്ഥത ഉയർത്തുന്നുണ്ട്. ഇത് പല പഞ്ചായത്തുകളിൽ നമുക്കറിയാം. ഇപ്പോൾ കൊണ്ടോട്ടി, വളാഞ്ചേരി നഗരസഭ, കോട്ടക്കൽ നഗരസഭയിൽ, അതോടൊപ്പം തന്നെ പൊന്മുണ്ടം പഞ്ചായത്തിലൊക്കെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഇതേ തുടർന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. വിനിഷ. ശരി, മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹാണ് വിവരങ്ങളൊക്കെ പങ്കുവച്ചത്.